നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇനി എന്നെ കാണാൻ ആര് വന്നാലും അവർക്ക് ഗേറ്റിന് പുറത്ത് മാത്രമേ നിൽക്കാൻ അവകാശമുള്ളൂ. പ്രത്യേകിച്ചും ഇവർക്ക്. വർമ്മ സാറിനെ കണ്ടിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നടത്താനുള്ളത്? എന്തോ എന്റെ മനസ്സ് പറയുന്നു നമ്മളിപ്പോ ഇവിടെ വരാൻ പാടില്ലായിരുന്നു എന്ന്. നീ എന്തുടേ പറയണേ? പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെ ഒരു കല്യാണം നടക്കുമ്പോ ഭൂരിഭാഗം അച്ഛന്മാരും വർമ്മ സാറ് പെരുമാറിയ പോലെ പെരുമാറുള്ളൂ. അതത്ര കാര്യാക്കേണ്ട പ്രശ്നമല്ല. ഒക്കെ ശരിയാവൂടി. എന്തായാലും വർമ്മ സാറിനെ വിളിച്ചല്ലേ പറ്റൂ. അതല്ലേ അതിന്റെ ഒരു മര്യാദ. അച്ഛാ, നീ വാടാ, ഞാനല്ലേ കൂടെ ഉള്ളത്. നിക്ക്. എങ്ങോട്ടാ? ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വന്നാണ് സാർ. എന്ത് സംസാരിക്കാനുണ്ടെങ്കിലും ആ പടിയിന്നിറങ്ങി താഴെ നിന്നിട്ട്. സർ, നിന്നോട് സംസാരിക്കാൻ ആരാ പറഞ്ഞത്? നിനക്ക് എന്നോട് സംസാരിക്കാനുള്ള അവകാശം ഇന്നലത്തോടെ കഴിഞ്ഞു. അല്ല സാറേ, ഞങ്ങൾ വന്നത് സാറിനെ പൂജയിലേക്ക് ക്ഷണിക്കാനാണ്. ഇവര് ആചാരപ്രകാരം അല്ലല്ലോ കല്യാണം കഴിച്ചത്. അതുകൊണ്ട് ഈ കല്യാണം ആചാരപ്രകാരം ആക്കാൻ വേണ്ടി നടത്തുന്ന പൂജയാ. വർമ്മ സാറും ബാക്കിയുള്ള എല്ലാവരും വരണം. യാമിനി, അമ്പിയേച്ചി, എന്താ പ്രതേവേട്ടാ? ഇവിടെ ഗേറ്റിൽ സെക്യൂരിറ്റി ഇല്ലേ? ആള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയതാ. ഇത് ഈ കേരളത്തിലെ ഒരു മന്ത്രിയുടെ വീടാ. ഇവിടെ ഇങ്ങനെ കണ്ണി കണ്ടവർക്കൊന്നും കയറി വരാനുള്ള അനുവാദമില്ല. ഇനി എന്നെ കാണാൻ ആര് വന്നാലും അവർക്ക് ഗേറ്റിന് പുറത്ത് മാത്രമേ നിൽക്കാൻ അവകാശമുള്ളൂ. പ്രത്യേകിച്ചും ഇവർക്ക്. മനസ്സിലായോ? മനസ്സിലായി. എന്താ പ്രതാപ? നിങ്ങളോടാരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? എന്ത് ധൈര്യത്തിലാ ഇങ്ങോട്ട് കയറി വന്നേ? ഒരല്പമെങ്കിലും നാണമുണ്ടോ? ഇവനും ഇവൾക്ക് നാണമില്ലെന്ന് ഇന്നലെ തന്നെ തെളിയിച്ചതാ. നിങ്ങൾക്കൊക്കെ പ്രായമായില്ലേ? അതിന്റെ ഒരു വകതിരിവ് പോലും നിങ്ങൾക്കില്ലേ? മോൻ ചെയ്ത വൃത്തികെട്ട പരിപാടിക്ക് കൊട പിടിക്കാൻ വന്നതാണോ നിങ്ങൾ? ഒരു സന്ധി സംഭാഷണമൊക്കെ നടത്തി നൈസായിട്ട് ഇവരെ വീട്ടിനകത്തേക്ക് കയറ്റി കഴിഞ്ഞ പിന്നെ ഈ കാണുന്ന സ്വത്തുക്കളൊക്കെ നിങ്ങൾക്കുള്ളതല്ലേ? അത് കണക്കൂട്ടി വന്നതായിരിക്കും. അയ്യോ മാഡം, ഇങ്ങനെയൊന്നും പറയരുത്. ഞങ്ങൾ മനസ്സിൽ പോലും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. നിങ്ങളൊക്കെ വലിയ ആൾക്കാരാ, ഞങ്ങൾ പാവങ്ങളും. ഞങ്ങൾക്ക് സ്വത്തും പണവും ഒന്നും വേണ്ട, ആഗ്രഹിച്ചിട്ടുമില്ല. ചെയ്യുന്ന ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ അന്നന്നത്തെ ജീവിതം കഴിഞ്ഞു പോണം. അതിൽ നിന്ന് എന്തെങ്കിലും മിച്ചമുള്ളത് നാളത്തേക്ക് സ്വരുക്കൂട്ടണം, അത്രേ ഉള്ളൂ. അല്ലാതെ അളവിൽ കവിഞ്ഞുള്ള പണം കുടുംബത്തിന്റെ സന്തോഷം ഇല്ലാതാക്കും, ഒത്തൊരുമ ഇല്ലാതാക്കും. അങ്ങനെ ചിന്തിച്ച് ജീവിക്കുന്ന സാധാരണ കുടുംബം ഞങ്ങളുടേത്. അതുകൊണ്ട് ഞങ്ങളെ ഇങ്ങനെ അപമാനിക്കരുത്. പിന്നെ എന്തിനാ കൊണ്ട് കെട്ടിയെടുത്തേക്കുന്നത്?
ആചാരപ്രകാരമുള്ള വിവാഹമായിരുന്നില്ലല്ലോ ഇവരുടേത്. അതുകൊണ്ട് വീട്ടിലൊരു പൂജ ഒരുക്കിയിട്ടുണ്ട്. അതിന് ക്ഷണിക്കാൻ വേണ്ടി വന്നതാ ഞങ്ങള്. തനിക്ക് ഉളുപ്പുണ്ടോ മനുഷ്യ? എന്റെ ഇവളുടെയും കല്യാണം കൊളാക്കിയിട്ട് ഇവൻ ഇവളെയും വിളിച്ചോണ്ട് പോയി. ഞങ്ങളെ എല്ലാവരും നാണം കെടുത്തി. എന്നിട്ട് ആചാരപ്രകാരമുള്ള കല്യാണം നടത്താൻ ക്ഷണിക്കാൻ വന്നിരിക്കുന്നു. ഇനി ഒരു നിമിഷം ഇവിടെ നിന്നാ എല്ലാവരും എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. പറഞ്ഞത് മനസ്സിലാക്കി ഇറങ്ങി പോ. എടാ മോനെ, അന്തസ്സില്ലാത്ത വർഗമാ നീ. ഇവരോട് സംസാരിച്ച് നിന്റെ വില കളയണ്ട. പറഞ്ഞത് കേട്ടില്ലേ? എല്ലാത്തിനും വിളിച്ച് ഇറങ്ങി പോടോ. അംബിക മാഡം, ശബ്ദിക്കരുത് നീ. ഒരക്ഷരം മിണ്ടാനുള്ള അവകാശം നിനക്കില്ല. തിന്ന ചോറിന് നന്ദി കാണിച്ചില്ലേ? വന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി നിങ്ങൾക്ക് പോവാം. പോകാം. അവിടെ നിൽക്ക്. ഇതാ, ഈ വീട്ടിൽ അംഗമല്ലാത്ത ഒരാളുടെ സാധനവും ഈ വീട്ടിൽ സൂക്ഷിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. ഇതിൽ നിന്റെ എല്ലാ സാധനവും ഉണ്ട്. പോകുമ്പോ ഇതും കൂടി എടുത്തോണ്ട് പോയിക്കോ. ചെറിയമ്മേ, ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കും വേണ്ട. നിന്നെ ഈ വീട്ടിൽ നിന്ന് ചേട്ടൻ പുറത്താക്കിയത് പിന്നെ ഈ വീട്ടിൽ ആർക്കും നീയുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇവിടെ നിന്ന് ഞങ്ങളുടെ സമയം മെനക്കെടുത്താതെ നിങ്ങളൊന്ന് പോണം. കേട്ടില്ല പറഞ്ഞത്? പോകാൻ. മാഡം, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.